ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റേറ്റീവ് എക്സാമായ നീറ്റ് 2024 23 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ എക്സാം എഴുതി നിൽക്കുമ്പോൾ റിസൾട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എക്സാം നടന്ന ദിവസം മുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസം ഉൾപ്പെടെ നിരവധി സംശയങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ദർശന അക്കാദമി ചേരുകയാണ്. സർ, എന്താണ് നമ്മൾക്കിപ്പോൾ 720 സ്കോർസ് തന്നെ 67 സ്റ്റുഡൻസ് ആണ്. നിലവിൽ കഴിഞ്ഞ ദിവസം റിസൾട്ട് പബ്ലിഷ് ചെയ്ത ആ ഡേറ്റ് ഉൾപ്പെടെ തന്നെ വളരെയധികം സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് NTA ഈ മാസം 14-ാം തീയതി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞ ആ ഡേറ്റിൽ നിന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ആ ഡേറ്റിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടോ? പിറ്റേ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ നീറ്റിൻ്റെ റിസൾട്ടിന് പ്രാധാന്യം വരാതിരിക്കുവാൻ വേണ്ടിയാണോ ഇപ്രകാരം ചെയ്തത്? അത് കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പല കാരണങ്ങൾ. ഒന്ന്, 720 സ്കോർ കരസ്ഥമാക്കി ഏകദേശം 67 കുട്ടികൾ. ഇതിൽ എന്ത് ന്യായമുള്ളത്? ഈ പരീക്ഷയ്ക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? ഇതെല്ലാം ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇന്ത്യയിൽ 24 ലക്ഷം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ഒരു പരീക്ഷയിൽ 23 ലക്ഷത്തോളം പേര് എഴുതിയ ആ കുട്ടികൾ ഏത് തലത്തിൽ ഇത് ഉൾക്കൊള്ളണം? സാറേ, അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ 720 കിട്ടിയാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോവാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കാം. അങ്ങനെയെങ്കിലും സ്കോർ 714. പക്ഷേ ഈ വർഷം അതെങ്ങനെ 718ഉം 719ഉം? സാർ, മോറോവർ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളത് ഏറ്റവും നന്നായിട്ടുള്ള കുട്ടീനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ എക്സാമിന്റെ പ്രാധാന്യം തന്നെ. അപ്പം ഈ 720 കിട്ടി 67 കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ ആ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ ഒരു ലോജിക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ നമുക്കുള്ളൂ. അത് മാത്രമല്ല, 720നെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിന് തൊട്ട് താഴെ വരുന്ന സ്കോറുകളിലുള്ള കുട്ടികളുടെ നമ്പർ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ മുൻ വർഷത്തെയും നമ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ നമുക്കൊരു ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇലക്ഷന്റെ റിസൾട്ട് ആ ദിവസം വന്നതുകൊണ്ട് പിറ്റേ ദിവസം അത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മേ ബി ആ ഒരു ന്യൂസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നതിനോട് തന്നെയായിരിക്കാം 14-ാം തീയതി എന്ന് ഡിക്ലെയർ ചെയ്ത് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം 4-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഇത് ഒരാൾ ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഒരു ഗ്രൂപ്പിൽ ഡിസ്കഷൻ എടുത്ത ശേഷം ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു ഉത്സാഹം ഈ പരീക്ഷയുടെ സിലബസ് ഡിക്ലെയർ ചെയ്യാൻ നേരത്തില്ലായിരുന്നു ഇന്ത്യക്ക്. കാരണം സിലബസ് വളരെ ലേറ്റ് ആയിട്ട്, അതോടൊപ്പം സിലബസ് ഡിക്ലെയർ ചെയ്യുന്നത് NMC, പരീക്ഷ നടത്തുന്നത് NTA. എന്നിട്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഔട്ട് ഓഫ് ആയിട്ട് ചോദ്യം വന്നു. അത് ചലഞ്ചിങ്ങിന് കൊടുക്കുന്നു. ഈ ചലഞ്ചിങ് എന്നുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനുശേഷം വേണ്ടത്ര ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ എന്നുള്ളത് തന്നെ ആ ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ തെറ്റായിട്ടായിരിക്കണം നമ്മൾ അതിനെ കാണേണ്ടത്. അതെ, അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അതും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ എക്സാം എന്ന് അറിയപ്പെടുന്ന നീറ്റ് എക്സാമിലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഇതിന്റെ പുറകിൽ എന്ത് പ്രിപ്പറേഷൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളെ പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് അതിൽ തോന്നുന്നത്. അത് തന്നെ സാറേ, ഇന്നത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സെന്ററിൽ നിന്ന് തന്നെ 6-8 പേർക്ക് 720. അതെവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത് എന്നൊരു ചോദ്യം തന്നെ ഇവിടെ. കാരണം ഇത്രയേറെ വിദ്യാർത്ഥികൾ എത്രയോ രാത്രികൾ ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ചാണ് ആ പരീക്ഷയ്ക്ക് എഴുതാൻ പോയത്. അതിന് എന്ത് സീരിയസ്നെസ് ആണ് നാഷണൽ ലെവലിൽ സെൻട്രൽ ഗവൺമെന്റ് നൽകുക എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുക. എത്രയോ കുട്ടികളുടെ കഠിന പരിശ്രമമാണ് ആ ഒരു ഡേയിലേക്ക് വേണ്ടിയുള്ള എത്ര കഠിന പരിശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് തീർത്തും ശരിയല്ല. ഈ 718, 719 അത് കൊടുക്കാനുള്ള കാരണം NTA നൽകുന്ന വിശദീകരണം ഇപ്രകാരം: ചില സെന്ററുകളിലെ കുട്ടികൾ ലേറ്റ് ആയിട്ട് വന്ന ആ ടൈം മാനേജ് കോമ്പൻസേറ്റ് ചെയ്യത്തക്കവണ്ണം ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ദർശന അക്കാഡമിയുടെ സെന്ററിൽ നിന്ന് ഒട്ടനവധി കുട്ടികൾ അവരെഴുതിയ സെന്ററുകളിലൊക്കെ ലേറ്റ് ആയിട്ടാണ്, 18-20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പരീക്ഷ തുടങ്ങിയത്. ആ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഗ്രേസ് മാർക്കുകൾ ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു ഗ്രേസ് മാർക്കാണ് NTA കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ലഭ്യമായോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന കുട്ടികൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത കൈവരിക്കേണ്ടതായിരുന്നു ആ കാര്യത്തിൽ. ഇങ്ങനെയുള്ള ഗ്രേസ് മാർക്ക് നേരത്തെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്രയോ വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അവരുടെ ജീവിതം കളയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഗ്രേസ് മാർക്ക് എന്തിന്റെ മാനദണ്ഡത്തിലാണ്?
അതുപോലെ തന്നെ സാറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എടുത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിജിലേഷൻ ഉണ്ടാകുന്ന പാളിച്ചകളാണ്. പലപ്പോഴും ടീച്ചേഴ്സിന് ആ ഇൻവിജിലേഷനിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ വരുമ്പോൾ പല കുട്ടികൾക്കും ഈ പറഞ്ഞിരിക്കുന്ന സമയം 3 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ള സമയം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ സെന്ററിലെ മാത്രം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു കാര്യം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം ഗ്രേസ് മാർക്ക് എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കുട്ടികളോട് ചെയ്യുന്ന ഈ 23 ലക്ഷം കുട്ടികൾ സംതിങ് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ദർശന അക്കാദമി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സംശയവും കൂടി കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ആൾമാറാട്ടം നീറ്റ് പരീക്ഷയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് എവിടെയാണ് നടക്കുക? ഒരു ഇതുപോലെ സീരിയസ് ആയിട്ട് വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുപ്പ് നടത്തുന്ന ഈ എക്സാമിന് ഇങ്ങനെ ഒരു പ്രോക്സി കാൻഡിഡേറ്റ് വരിക അൺബിലീവബിൾ. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടൊരു പ്രതികരണം ഒരു മീഡിയാസും, അത് നാഷണൽ ലെവലിലുള്ള മീഡിയാസ് ആണെങ്കിലും ശരി, ഒരു മീഡിയാസും കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അതും ഇത്രയും സോഷ്യൽ മീഡിയാസ് ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷനോ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിക്കിളും ഒരു മീഡിയാസിലും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് അതിൽ തോന്നിയത്. വി നീഡ് ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഓൾ അല്ലേ? നമുക്കത് ആവശ്യമാണ്. ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നീറ്റ് ആസ്പിരൻസ് ആയിരിക്കുന്ന എല്ലാ കുട്ടികളോടും ഒപ്പമാണ് ദർശന അക്കാദമി. നമുക്ക് ആ ന്യായം എന്താണ്, സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ട് നീതിപൂർവമായിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി. അത് മാത്രമല്ല സാർ, നമ്മൾ മറ്റൊരു പോയിന്റും കൂടി ഇതിലൂടെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എയിംസ് പോലൊരു സ്ഥാപനത്തിൽ 56 സീറ്റ് ജനറൽ സീറ്റ് ഉള്ളപ്പോൾ അതിൽ ഈ 67 കുട്ടികൾക്ക് 720 ഔട്ട് ഓഫ് 720 എന്ന് പറയുമ്പോൾ ആ ഒരു എക്സാമിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശക്തമായ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പുനഃപരിശോധനയ്ക്ക് നമ്മൾ എല്ലാവരും തയ്യാറാകണം എന്നാണ് ദർശന അക്കാദമിയുടെ അഭിപ്രായം. തീർച്ചയായും അത് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ദർശന അക്കാദമി പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളുടെ വിജയത്തോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളുടെ നീതിയോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.